ഇന്ന് മാർച്ച് 25 ബുധനാഴ്ച. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുമെന്ന് മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 26 വരെ പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയരാൻ സാധ്യതയുണ്ട്. അടുത്ത അറിയിപ്പ്, SSLC പരീക്ഷാ മൂല്യനിർണ്ണയ തീയതികൾ പുനഃക്രമീകരിച്ചു. പുതിയ ഉത്തരവ് പ്രകാരം ഏപ്രിൽ 16 മുതലാണ് മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആരംഭിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 നടക്കുന്നതിനാലാണ് തീയതിയിൽ മാറ്റം വരുത്തിയത്. മെയ് 2 വാരത്തോടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും. അടുത്ത അറിയിപ്പ്, ഗ്യാസ് ബുക്കിംഗ് പരിധി 35 ദിവസമാക്കി എന്ന വാർത്ത ശരിയല്ല. നിലവിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഗ്യാസ് വിതരണത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നഗരപ്രദേശങ്ങളിൽ 25 ദിവസമാണ് ബുക്കിങ്ങിന്റെ ഇടവേള. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസം തന്നെയാണ് ഇടവേള നൽകിയിട്ടുള്ളത്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ചുള്ള സത്യാവസ്ഥ വിശദമാക്കിയത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ്. ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ DBT സെൽ അധികൃതർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് തുക വിതരണം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. മാർച്ച് 31 മുതലായിരിക്കും വിതരണം. 2 തുകയും ചിലപ്പോൾ ഒരുമിച്ച് തന്നെയായിരിക്കും ലഭിക്കുക എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പെൻഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പുകൾ ലഭിക്കുകയാണെങ്കിൽ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.